എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു പദ്ധതിയോ ഒരു ഫാക്ടറിയോ സ്ഥാപനമോ ആരംഭിക്കുന്നതിന് മുൻപേ ഇവ ജനത്തിനോ പ്രകൃതിക്കോ കാലാവസ്ഥയോ എന്തെങ്കിലും ദോഷം വരുത്തുമോ, അതുപോലെ ചെലവഴിക്കുന്ന പണത്തിനും സമയത്തിനും അധ്വാനത്തിനും അനുസരിച്ച് ഫലം കാണുമോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് സാമൂഹികമായ പഠനം അഥവാ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തുന്നത്. അതായത് 2134 കോടിയുടെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത. അതിനെക്കുറിച്ച് സാമൂഹിക ആഘാത പഠനം നടത്തിയിരുന്നു. കണ്ണൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദഗ്ധ സമിതിയാണ് പഠനം നടത്തിയത്. ആരംഭത്തിൽ തന്നെ ഈ കോളേജിന് വൻകിട പദ്ധതിയുടെ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്താനുള്ള വൈദഗ്ധ്യമില്ല എന്ന് ആരോപണം ഉയർന്നതായിരുന്നു. ഈ പഠനം കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന ദോഷങ്ങളും ഗുണങ്ങളും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ദോഷമാണെങ്കിൽ തെറ്റുകൾ ഫലപ്രദമായ വിധം തിരുത്തി പരിഹരിക്കാനും കഴിയും. മാത്രമല്ല, കൂടുതൽ ഫലപ്രദമായ വിധത്തിൽ ആസൂത്രണം ചെയ്യുവാനും കഴിയും. അതോടെ എല്ലാ ജനത്തിന്റെയും എല്ലാ വിഭാഗത്തിന്റെയും വിശ്വാസം ആർജിക്കാനായിട്ട് കഴിയും. അപ്പോസ്തലൻ പൗലോസ് കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, നിങ്ങൾ വിശ്വാസം ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങൾ കൊള്ളരാത്തവരായി പോയോ ഇല്ലയോ എന്ന് സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് 2 കൊരിന്ത്യർ 13-ാം 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഞാനിതെന്റെ നടപ്പ് സൂക്ഷിച്ചു നോക്കുന്നു. സദൃശവാക്യം 14-15. ബുദ്ധിമാൻ ഒരു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപും അതിനുശേഷവും തന്റെ പ്രവൃത്തിയെയും തന്റെ ഫലത്തെയും വിലയിരുത്തും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. യോഹന്നാൻ 15:8. ഓടി നടന്ന് പ്രവർത്തിക്കുന്നവരെയല്ല, പ്രവർത്തിച്ചാൽ ഫലവും കാണുന്നവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ആത്മീയ രംഗത്ത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അത് വിമർശനത്തിനല്ല, നേരെ മറിച്ച് ശുശ്രൂഷ വളരെ ഫലപ്രദമാകാൻ സഹായിക്കും. യേശു ക്രിസ്തു പറഞ്ഞു, അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. മത്തായി 7:20. അതുകൊണ്ട് നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമായി പോകാതിരിക്കാൻ നമ്മുടെ പ്രവൃത്തിയും ഫലവും പഠനത്തിന് വിധേയമാക്കണം. ഈ സന്ദേശം നിങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോളോ ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക.